ബ്ലഡ് ഷുഗർ ടെസ്റ്റ് വീട്ടിൽ ചെയ്യുമ്പോൾ അറിയേണ്ടത്. എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. നമ്മുടെ നാട്ടിൽ പ്രമേഹം കൊണ്ട് കഷ്ടപ്പെടുന്ന നിരവധി ആളുകളുണ്ട്. വീട്ടിൽ തന്നെ രക്തത്തിലെ ഗ്ലൂക്കോസ് ലെവൽ പരിശോധിക്കാൻ സാധിച്ചാൽ പ്രമേഹ നിയന്ത്രണത്തിനും കുറയുന്നതും കൂടുന്നതുമായ അടിയന്തര ഘട്ടങ്ങളെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നതിനും സഹായകമാകും. അല്പം അറിവും പരിശീലനവും ഉണ്ടെങ്കിൽ സംഗതി എളുപ്പമാണ്. വീട്ടിൽ നിന്ന് രക്തത്തിലെ ഗ്ലൂക്കോസ് പരിശോധിക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം? എത്നിക് ഹെൽത്ത് കോഡ് വിശദീകരിക്കുന്നു. വീട്ടിൽ നിന്നും രക്തത്തിലെ ഗ്ലൂക്കോസ് പരിശോധിക്കുന്നതിന് എന്തൊക്കെ ഉപകരണങ്ങൾ വേണം എന്ന് നോക്കാം. 1. ഗ്ലൂക്കോമീറ്റർ. 2. ഗ്ലൂക്കോമീറ്ററിന് യോജിച്ച സ്ട്രിപ്പുകൾ. 3. ലാൻസെറ്റ് അല്ലെങ്കിൽ നേരിയ സൂചികൾ. 4. പഞ്ഞി. 5. സ്പിരിറ്റ്. എന്താണ് ഗ്ലൂക്കോമീറ്റർ? സ്ട്രിപ്പിന്റെ അറ്റത്തുള്ള ഒരു തുള്ളി ചോരയിലെ ഗ്ലൂക്കോസിന്റെ അളവ് തിരിച്ചറിയുന്നതിനുള്ള ബാറ്ററിയിലോടുന്ന ചെറിയൊരു ഇലക്ട്രോണിക് ഉപകരണമാണിത്. രാസപദാർത്ഥമുള്ള ഗ്ലൂക്കോസ് സ്ട്രിപ്പിനെ കയറ്റി വയ്ക്കാനുള്ള ഒരു സ്ലോട്ടും ഇതിലുണ്ട്. ഉപയോഗിക്കാത്ത സ്ട്രിപ്പുകൾ 18 മാസവും പൊട്ടിച്ചതിലെ സ്ട്രിപ്പുകൾ 3 മുതൽ 6 മാസവുമാണ് കാലാവധി. കാലാവധി കഴിഞ്ഞ സ്ട്രിപ്പുകൾ ഉപയോഗിക്കരുത്. തുറക്കുന്നതിന് മുൻപും ശേഷവുമുള്ള കാലാവധി ഡപ്പയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഓരോ സ്ട്രിപ്പ് എടുത്തതിനു ശേഷവും കൃത്യമായി അടച്ചു സൂക്ഷിക്കണം. സ്ട്രിപ്പിൽ ഈർപ്പം വന്ന് തെറ്റായ ഫലം നൽകുന്നത് തടയാനാണിത്. മറ്റെല്ലാ സാങ്കേതികതകളെയും പോലെ തന്നെ ഒരുപാട് വികസനവും പുരോഗതിയും ഗ്ലൂക്കോമീറ്ററിനും കൈവരിച്ചിട്ടുണ്ട്. മാനുവലിലെ നിർദ്ദേശങ്ങൾ പിന്തുടരുകയും സ്ട്രിപ്പുകൾ ശരിയായി സൂക്ഷിച്ചു വയ്ക്കുകയും കാലാവധി കഴിഞ്ഞ സ്ട്രിപ്പുകൾ ഒഴിവാക്കുകയും ചെയ്യണം. ലാൻസെറ്റ് അഥവാ സൂചി. സ്പ്രിംഗ് ഉള്ള ലാൻസെറ്റ് ഉപയോഗിക്കണം. വിരലിൽ കുത്തുമ്പോഴുള്ള വേദന കുറയ്ക്കാൻ വളരെ സഹായകമാണ്. അധിക തുക നൽകാതെ തന്നെ മിക്ക ഗ്ലൂക്കോമീറ്ററുകൾക്കൊപ്പവും ഇത് ലഭിക്കും. എങ്ങനെയാണ് ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്നത്? ആദ്യം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ നന്നായി കഴുകി തുടയ്ക്കുക. കയ്യിൽ മധുരത്തിന്റെ അവശിഷ്ടമുണ്ടെങ്കിൽ പോലും കൂടിയ റിസൾട്ടാണ് കിട്ടുക. വെള്ളം കൊണ്ടോ മീഥൈൽ ആൽക്കഹോൾ കൊണ്ടോ ഉള്ള നനവുണ്ടെങ്കിൽ റിസൾട്ട് തെറ്റായ രീതിയിൽ കുറവ് കാണിക്കും. വിരലിൽ സ്പിരിറ്റ് ഉപയോഗിച്ച് തുടച്ച ശേഷം ലാൻസെറ്റ് കൊണ്ടോ സൂചി കൊണ്ടോ കുത്തുക. ഒരിക്കലും വിരൽ ശക്തിയായി ഞെക്കി രക്തം എടുക്കരുത്. ആദ്യത്തെ തുള്ളി രക്തം തുടച്ചു കളഞ്ഞ് കൈവിരലിൽ ചെറു സമ്മർദ്ദം മാത്രം നൽകി രണ്ടാമത്തെ തുള്ളി രക്തം സ്ട്രിപ്പിലെ ബ്ലഡ് എടുക്കാൻ രേഖപ്പെടുത്തിയിട്ടുള്ള ഇടത്ത് ശേഖരിക്കുക. സ്ട്രിപ്പ് ഗ്ലൂക്കോമീറ്ററിന്റെ സ്ലോട്ടിൽ ഇറക്കി വെച്ച് ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ 5 മുതൽ 15 സെക്കൻഡ് സമയം കൊണ്ട് സ്ക്രീനിൽ അക്കങ്ങളിൽ ഗ്ലൂക്കോസിന്റെ അളവ് കാണിക്കും. ലാബ് ടെസ്റ്റും ഗ്ലൂക്കോമീറ്റർ ടെസ്റ്റും ഒരുപോലെയല്ല. ഗ്ലൂക്കോമീറ്റർ വിരലിലെ കാപ്പിലറികൾ എന്ന നേരിയ ധമനികളിലെ രക്തമാണ് പരിശോധിക്കുന്നത്. ലാബിൽ സിരകളിലെ പ്ലാസ്മയിലുള്ള ഗ്ലൂക്കോസിന്റെ അളവാണ് പരിശോധിക്കുക. ഫാസ്റ്റിംഗ് ലെവലിൽ 2 റിപ്പോർട്ടുകളും തുല്യമാണ്. എന്നാൽ ഭക്ഷണം കഴിഞ്ഞുള്ള പരിശോധനയിൽ കാപ്പിലറിയിലെ ഗ്ലൂക്കോസ് സിരകളെക്കാളും 20% കൂടുതലാണ്. ഇത് കണക്കിലെടുത്താലും ഒരേ സമയമാണ് രക്തമെടുത്തത് എങ്കിൽ കൂടി ലാബിലെ റിസൾട്ടും ഗ്ലൂക്കോമീറ്ററിലെ റിസൾട്ടും തമ്മിൽ 15% വ്യത്യാസം വരെ സ്വീകാര്യമാണ്. ഒരേ റിസൾട്ട് കിട്ടിയില്ല എന്ന് വെച്ച് മെഷീനോ ലാബിനെയോ സംശയിക്കേണ്ടതില്ല. എന്നിരുന്നാലും ഗ്ലൂക്കോമീറ്ററിനെ 1-2 മാസം ഇടവേളകളിൽ കാലിബ്രേറ്റ് ചെയ്യണം. ഒരേ സമയം ലാബിലും ഗ്ലൂക്കോമീറ്ററിലും ഷുഗർ പരിശോധിച്ച് തന്നെയാണ് റിസൾട്ട് ഒത്തുനോക്കിയാണ് കാലിബ്രേഷൻ ചെയ്യുന്നത്. 2 അവസ്ഥകളിൽ തെറ്റായ റിസൾട്ട് ഗ്ലൂക്കോമീറ്ററിൽ തരും എന്ന് അറിയണം. വിളർച്ചയുള്ളവരിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ റിസൾട്ടും കാപ്പിലറികളിലെ രക്തയോട്ടം കുറയുന്ന ഹൈപ്പോപെർഫ്യൂഷൻ എന്ന അവസ്ഥയിൽ ഉള്ളതിനേക്കാളും കുറഞ്ഞ റിസൾട്ടും കിട്ടാം. എത്ര തവണയാണ് ഇത് നോക്കേണ്ടത്? പ്രമേഹത്തിന്റെ തരം, ഗ്ലൂക്കോസ് ലെവലിന്റെ സ്ഥിരതയും അളവും, ഗർഭം, ഓപ്പറേഷൻ, അടിയന്തര കാലയളവ് എന്നിവ അനുസരിച്ചാണ് ഗ്ലൂക്കോസ് പരിശോധിക്കേണ്ട ഇടവേളകളിൽ വ്യത്യാസമുണ്ടാകും. സാധാരണ ടൈപ്പ് 2 പ്രമേഹത്തിൽ ആഴ്ചയിൽ 1-2 തവണയാണ് ഗ്ലൂക്കോസ് പരിശോധന വേണ്ടി വരികയുള്ളൂ. ടൈപ്പ് 1 പ്രമേഹത്തിലും ഗ്ലൂക്കോസ് ലെവൽ അങ്ങേ തലക്കവും ഇങ്ങേ തലക്കവും ആടി നിൽക്കുന്നവർക്കും പ്രമേഹമുള്ള ഗർഭിണികൾക്കും ദിവസവും 3 നേരമോ അതിലധികമോ നോക്കാനുണ്ടാകും. ഡോക്ടറുടെ നിർദ്ദേശം ഇക്കാര്യത്തിൽ കണക്കിലെടുക്കണം. എപ്പോഴൊക്കെയാണ് രക്തത്തിലെ ഗ്ലൂക്കോസ് നോക്കേണ്ടത്? സാധാരണ പരിശോധിക്കേണ്ട സമയങ്ങൾ ഭക്ഷണത്തിന് മുൻപും 2 മണിക്കൂറിന് ശേഷവുമാണ്. അതായത് പ്രാതൽ, ഉച്ചഭക്ഷണം, അത്താഴം എന്നിവയ്ക്കും മുന്നേ. പ്രമേഹ നിയന്ത്രണത്തിൽ
ഭക്ഷണത്തിന് മുൻപുള്ള ഷുഗർ ലെവൽ നിയന്ത്രിക്കുകയാണ് ആദ്യഘട്ടം. അതിൽ വിജയിച്ചാൽ ഭക്ഷണശേഷമുള്ള ലെവലുകൾ ശരിയാക്കണം. ഒന്ന് പരിചയമായി കഴിഞ്ഞാൽ ഭക്ഷണത്തിന് മുൻപും ശേഷവും വ്യത്യസ്ത സമയങ്ങളിലായി വ്യത്യസ്ത ദിവസങ്ങളിൽ ഗ്ലൂക്കോസ് അളവ് നോക്കാം. ഉദാഹരണത്തിന്, ഞായറാഴ്ച പ്രാതലിന് മുൻപും ഉച്ചഭക്ഷണത്തിന് ശേഷം അത്താഴത്തിന് മുൻപും, തിങ്കളാഴ്ച പ്രാതലിന് മുൻപും ഉച്ചഭക്ഷണം അത്താഴത്തിന് മുൻപും എന്ന രീതിയിൽ. 3 മണി പരിശോധന. മേൽപ്പറഞ്ഞ സമയങ്ങളിൽ പരിശോധന കൂടാതെ ദിവസങ്ങളിൽ ഒരു തവണ ഇൻസുലിൻ എടുക്കുന്നവർ മാസത്തിൽ ഒരിക്കലും, 1-ൽ കൂടുതൽ തവണ ഇൻസുലിൻ എടുക്കുന്നവർ ആഴ്ചയിൽ ഒരിക്കലും രാവിലെ 3 മണിക്ക് ഗ്ലൂക്കോസ് പരിശോധിക്കണം. ഷുഗറിൻ്റെ രാത്രിയിലെ നിയന്ത്രണത്തെക്കുറിച്ച് കൃത്യമായി വിവരം ലഭിക്കാനും അത്താഴത്തിന് മുൻപും കിടക്കുന്ന സമയത്തുമുള്ള ഇൻസുലിൻ ഡോസ് ശരിയായി നിയന്ത്രിക്കുന്നതിനും 3 മണി പരിശോധന സഹായിക്കും. കൂടിയ അളവിൽ അത്താഴത്തിന് മുൻപ് ഇന്റർമീഡിയറ്റ് പ്രവർത്തനമുള്ള ഇൻസുലിൻ എടുക്കുന്ന ചിലരിൽ 3 മണിയോടടുപ്പിച്ച് രക്തത്തിലെ ഗ്ലൂക്കോസ് ലെവൽ പാടെ താഴ്ന്ന ഹൈപ്പോഗ്ലൈസീമിയ ലെവൽ എത്താറുണ്ട്. അതിനോടുള്ള ശരീരത്തിൻ്റെ പ്രതികരണമായി സ്ട്രെസ് ഹോർമോണുകൾ പ്രവർത്തിച്ച് രക്തത്തിലെ ഗ്ലൂക്കോസ് നിരക്ക് കൂടുകയും ചെയ്യും. രാവിലെ പ്രാതലിന് മുൻപ് നോക്കുമ്പോൾ ഷുഗർ ലെവൽ കൂടുതലാകും. വിശപ്പ്, നെഞ്ചിടിപ്പ്, പെട്ടെന്നുള്ള വിയർപ്പ്, തലചുറ്റൽ എന്നീ അടിയന്തര പ്രാധാന്യമുള്ള അവസ്ഥകൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്നത് മൂലമാണോ അല്ലയോ എന്ന് ഉറപ്പിക്കാൻ ഗ്ലൂക്കോസ് മീറ്റർ പരിശോധന ആവശ്യമാണ്. ഷുഗർ കുറയുന്നതിനും ഹൃദയാഘാതത്തിനും വിയർപ്പിനും നെഞ്ചിടിപ്പിനും ഒക്കെ ഒരുപോലെ ലക്ഷണങ്ങളാണ്. ആ സമയത്തുള്ള പരിശോധന ഒരുപക്ഷെ ആവശ്യമില്ലാത്ത ഒരു ആശുപത്രിവാസം ഒഴിവാക്കാൻ സഹായിക്കും. ഉത്കണ്ഠ, വിഷാദം തുടങ്ങിയ മാനസിക പ്രയാസങ്ങളും പ്രമേഹ രോഗികളിൽ കൂടുതലാണ്. ഉത്കണ്ഠ കൂടുതലായുള്ളവർ തങ്ങളുടെ അസുഖം ഷുഗർ കുറയലാണ് എന്ന് ധരിച്ച് മധുരപദാർത്ഥങ്ങൾ വാരി കഴിക്കാറുണ്ട്. ചിലർ കഴിക്കുന്ന ഗുളികകൾ നിർത്തുകയോ തന്നിഷ്ടപ്രകാരം കുറയ്ക്കുകയോ ചെയ്യാം. ഈ ലക്ഷണങ്ങൾ കാണുമ്പോഴേ എന്തെങ്കിലും കഴിക്കാൻ തുടങ്ങും. ഉത്കണ്ഠയുടെ ലക്ഷണങ്ങൾ താനേ അടങ്ങും. പക്ഷേ പ്രമേഹ നിയന്ത്രണം കയ്യിൽ നിന്ന് പോകും. ആ സമയത്ത് ഗ്ലൂക്കോമീറ്റർ പരിശോധന കൊണ്ട് ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയും. ഇവ കൂടാതെ തുടർച്ചയായി രക്തത്തിലെ ഗ്ലൂക്കോസ് പരിശോധിക്കുന്ന GMC വേറെയും സാങ്കേതിക മുന്നേറ്റങ്ങൾ ഉണ്ട്. ഗ്ലൂക്കോമീറ്റർ പലരുടെയും വീട്ടിൽ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ട് വെറുതെ ഷോക്കേസിൽ വെച്ച നിലയിലാണ് എന്നു മാത്രം. ശരിയായ ഉപയോഗം അറിഞ്ഞാൽ പ്രമേഹ നിയന്ത്രണത്തിന് ഇത്രയും ഉപകാരപ്പെടുന്ന വേറെ ഒരു വസ്തുവില്ല. ഈ വിലപ്പെട്ട അറിവ് പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ. ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ. ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനലിൽ. എത്നിക് ഹെൽത്ത് കോട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.